പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൻഖ്യ പ്രവിശ്യയിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 18 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്വാത് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെട്ട സമാധാന റാലിക്കിടെയാണ് സ്ഫോടനം നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടന്നത് എന്നാണ് വിവരങ്ങൾ. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊരു ചാവേർ ആക്രമണം ആണെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും പുറത്തുവന്നിട്ടില്ല. പ്രാദേശിക ഗോത്ര കൌൺസിലായ സ്വാത് അമൻ ജിർഗയാണ് റാലി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പ്രദേശത്തെ ക്രമസമാധാന നില വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ മേഖലയിൽ സമാധാനം ആവശ്യപ്പെട്ട മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ഉയർത്തി റാലി നടത്തിയത്. നിലവിൽ പോലീസും സുരക്ഷാ സേനയും ചേർന്ന് പ്രദേശം വളയുകയും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 7 പേരുടെ ജീവനെടുത്ത ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. മേഖലയിൽ സമാധാനം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന റാലിക്കിടയിൽ തന്നെ ഈ ദുരന്തം സംഭവിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പിന്നാലെ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള മറുപടിയായാണ് ആക്രമണം. വ്യാഴാഴ്ച രാത്രി കനത്ത ഏറ്റുമുട്ടൽ തുടങ്ങിയതായി അഫ്ഗാൻ സൈന്യം അറിയിച്ചു. നങ്കർഹാർ പ്രവിശ്യകളിൽ പാക് സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഏറ്റുമുട്ടലെന്ന് അഫ്ഗാൻ സൈന്യം പറഞ്ഞു. ഫെബ്രുവരി 22-ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 70ഓളം ഭീകരരെ വധിച്ചെന്നാണ് പാക് സൈന്യം അവകാശപ്പെട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പ്രതികരിച്ചു. നങ്കർഹാർ, പക്ടിക പ്രവിശ്യകളിലെ 7 ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിലുണ്ടായ ചാവേർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകരരാണെന്നും പാകിസ്ഥാൻ ആരോപിച്ചു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചത്. അതേസമയം ജനവാസ മേഖലകളിലും മദ്രസകളിലും പാകിസ്ഥാൻ ബോംബിട്ടതായും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും താലിബാൻ വക്താവ് പറഞ്ഞു. ഭീകരരെ കൊലപ്പെടുത്തിയെന്ന പാക് വാദം തെറ്റാണെന്നും സ്വന്തം രാജ്യത്തെ സുരക്ഷാ വീഴ്ചകൾ മറയ്ക്കാനാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നുമാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലുണ്ടായ ആക്രമണത്തിൽ 11 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഹംഗൂ ജില്ലയിലെ ഖസീന പോലീസ് പോസ്റ്റിന് നേരെയാണ് ഭീകരർ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 22 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരിച്ചടിയിൽ 15 ഭീകരരെ വധിച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ശക്തമായ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഭീകരരെ വധിച്ചത്. സമീപ മാസങ്ങളിലായി ഈ മേഖലയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ TTP നിരന്തരമായി ആക്രമണങ്ങൾ നടത്തിവരികയാണ്. അത്യാധുനിക മാരകായുധങ്ങളുമായാണ് ഭീകരർ പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ട സുരക്ഷാ സേനയുടെ കവചിത വാഹനങ്ങൾ ഭീകരർ വഴിമധ്യേ ഒളിച്ചിരുന്ന് ആക്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ശക്തമായി തിരിച്ചടിച്ചതായി പോലീസ് അറിയിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം മിന്നലാക്രമണം നടത്തി. അഫ്ഗാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പാക് വാർത്താവിതരണ മന്ത്രി എക്സിൽ കുറിച്ചു. പാക് ആക്രമണത്തിൽ സാധാരണക്കാരായ 17 പേർ കൊല്ലപ്പെട്ടതായും വിവരങ്ങളുണ്ട്. അടുത്തിടെ ഉണ്ടായ ചാവേർ ആക്രമണം ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു. താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന സംഘർഷം അടുത്തിടെ സൗദിയുടെ മധ്യസ്ഥതയിൽ അയവ് വന്നിരുന്നു. സംഘർഷത്തിൽ നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 3 പാകിസ്ഥാൻ സൈനികരെ വിട്ടയച്ചു. ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.